الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ മുഴുവൻ സമയങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നും ഏറ്റവും ഉത്കൃഷ്ടരായ പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായ ഒരു സംഘത്തിൽ അവൻ നമ്മെ ആക്കി എന്നത് അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള അളവറ്റ കാരുണ്യവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. മരണം വരെയും അള്ളാഹു അതിൽ നിലനിർത്തുകയും സച്ചരിതരായ പ്രവാചകന്മാരോടും സ്വാലിഹീങ്ങളോടുമൊപ്പം നമ്മെ സ്വർഗലോകത്ത് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യരായ നാം എല്ലാവരും തെറ്റ് ചെയ്യുന്നവരും പാപങ്ങൾ ചെയ്യുന്നവരുമാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെറിയ വലിയ പാപങ്ങളിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെന്ന് ചാടുന്നവരും അങ്ങനെ പാപികളായി മാറിയവരുമാണ്. അള്ളാഹുവിനെ നാം കണ്ടുമുട്ടുമ്പോൾ പാപരഹിതരായി കണ്ടുമുട്ടണമെന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനായി അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ വ്യത്യസ്തങ്ങളായ ഇബാദാത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നമുക്കവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരവും മറ്റു ഇതര സൽക്കർമ്മങ്ങളും. അതുപോലെ തന്നെ
അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നമ്മുടെ പശ്ചാത്താപവും തൗബയും ഇസ്തിഗ്ഫാറുമെല്ലാം. ഒരു മനുഷ്യൻ വാനലോകത്തോളം തെറ്റ് ചെയ്തു കൂട്ടിയാലും തീർച്ചയായും അള്ളാഹുവിനോട് അവൻ സങ്കടപ്പെട്ട് വിഷമത്തോടെ അവൻ്റെ പ്രയാസങ്ങളും അവൻ ചെയ്തു പോയ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞ് ഇനി അതിലേക്ക് മടങ്ങില്ലെന്നുള്ള പ്രതിജ്ഞ ഉണ്ടെങ്കിൽ റബ്ബ് പറയുന്നു, ഞാൻ അവന് പൊറുക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു കഥ നമുക്ക് കാണാം. ഇസ്രായേലികളിൽപ്പെട്ട മുൻകാലക്കാരായ ഒരാൾ വലിയ അക്രമിയായിരുന്നു. മനുഷ്യരെ കൊന്ന് അദ്ദേഹം 99 ആളുകളെ അകാരണമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പശ്ചാത്തപിക്കണമെന്ന് മനസ്സിൽ തോന്നുകയും പശ്ചാത്താപത്തിനായി അദ്ദേഹം വലിയ ഒരു ആബിദിനെ, ഇബാദത്തിലായി കഴിയുന്ന ആളെ സമീപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാപങ്ങളും സങ്കടങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്താണ് ഒരു വഴി? ഞാൻ ഇത്ര കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു മഹാപാപിയാണ്. ഈ ആബിദ് പറഞ്ഞു, നിന്നെ ആര് രക്ഷിക്കാനാ? നിനക്കൊരു ഒരു തൗബയും പശ്ചാത്താപവും ഇല്ല. ഇത്ര അധികം ക്രൂരത ചെയ്ത മനുഷ്യരാണ് നീ. 199 മനുഷ്യരെ നീ കൊന്നുകളഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സങ്കടം സഹിക്കവയ്യാതെ, ഏതായാലും ഞാൻ പാപിയാണല്ലോ, എന്നാൽ ഇവനെയും കൂടി കൊല്ലാം എന്ന തീരുമാനമെടുത്ത് അയാളെയും കൊന്നു. ആ നല്ല ആബിദിനെയും അയാൾ കൊന്നു. എങ്കിലും അദ്ദേഹത്തിന് പശ്ചാത്തപിക്കണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹമുണ്ട്. അദ്ദേഹം വീണ്ടും അന്വേഷണത്തിലായി ഒരു പണ്ഡിതനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഇന്നിന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്തവനാണ്, 100ഓളം മനുഷ്യരെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, റബ്ബിലേക്ക് അടുക്കണമെന്ന് താല്പര്യമുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിനക്ക് വഴിയുണ്ട്. നീ അള്ളാഹുവിനോട് നിന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ഒക്കെയാണെങ്കിൽ തീർച്ചയായും നിന്റെ പാപം അള്ളാഹു മാപ്പ് നൽകും, നിന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ നീ താമസിക്കുന്ന നിന്റെ മാഹൗല, നിന്റെ ചുറ്റുപാടിൽ നിന്നും നീ ഒന്ന് മാറി താമസിക്കണം. കാരണം ഇപ്പോഴുള്ള നിന്റെ അവസ്ഥയിൽ നീ നിന്റെ ചുറ്റുപാടിൽ വീണ്ടും നിനക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്ന ഒരു ചുറ്റുപാടിലും കൂട്ടുകെട്ടിലുമൊക്കെയാണ് നീ താമസിക്കുന്നതും കഴിയുന്നതും. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും ബിമൻ യുഖാലിലു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യർ അവൻ്റെ ചങ്ങാതിയോടൊപ്പമായിരിക്കും അവൻ്റെ ദീനിയായ അവസ്ഥകളെല്ലാം. അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കട്ടെ താൻ ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന്. ഇയാളോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലമുണ്ട്, അവിടെ കുറേ നല്ല മനുഷ്യന്മാരാണുള്ളത്, നീ അവിടെ ചെന്ന് സഹവസിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്താൽ നിനക്ക് ഭാവി ജീവിതം നന്നാക്കി തീർക്കാം. അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വഴിക്ക് വച്ച് അദ്ദേഹം മരിച്ചു. കാരുണ്യത്തിൻ്റെയും ശിക്ഷയുടെയും അദാബിൻ്റെയും മാലാഖമാർ ആരിദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമായി. അവസാനം മധ്യസ്ഥൻ്റെ തീരുമാനമനുസരിച്ച് അദ്ദേഹം വന്ന വഴിയും ചെല്ലാനുള്ള നല്ല ഒരവസ്ഥയിലേക്ക്, നന്നായി ജീവിക്കാനുള്ള നാടിൻ്റെ അവസ്ഥയിലേക്കുള്ള ആ വഴിയും തമ്മിൽ അളന്നു നോക്കാം. അളന്നു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ശിക്ഷയുടെ മലക്കുകളാണ് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു ഭൂമിയോട് പറഞ്ഞു, നീ വിശാലമാവുകയും ഇതിനോട് പറഞ്ഞു, നീ ചുരുങ്ങുകയും ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന് കാരുണ്യത്തിൻ്റെ മാലാഖമാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് ഇത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനും ഞാൻ നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു എന്നോർത്ത് അവൻ ഇനി എനിക്ക് രക്ഷയില്ല എന്നോർത്ത് അവൻ വിലപിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. താല്പര്യമുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാം. കുല്ലു ബനി ആദമ, എല്ലാ മനുഷ്യരും ഖത്താഊൻ, പാപികളാണ്. വഖൈറുൽ ഖത്താഈൻ, പാപികളിൽ വെച്ച് നല്ലവർ അത്തൗവാബൂൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. വേറൊരു ഹദീസിൽ കാണാം, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരായിരുന്നില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു മാറ്റിയിട്ട് വേറെ കുറേ ആളുകളെ കൊണ്ടുവരികയും
അവർ പാപകർമ്മത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും പിന്നീട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ മുൻകാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം മതി നമുക്ക് രക്ഷപ്പെടാനും നന്നാവാനും, നമ്മുടെ ആത്മാർത്ഥമായ തൗബയും നെയ്യത്തും തീരുമാനങ്ങളും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളെ, അതായത് പാപങ്ങൾ ചെയ്തവരെ അള്ളാഹു പറയുന്നത് എൻ്റെ അടിമകളെന്നാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ പാപമോചനം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിന് നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, എല്ലാം അള്ളാഹു മാപ്പ് നൽകും, അവൻ പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എന്ത്? വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു തുമ്മ ലാ തുൻസറൂൻ. വഅനീബു, നിങ്ങൾ മടങ്ങണം, ഇലാ റബ്ബിക്കും, നിങ്ങളുടെ പടച്ചവനിലേക്ക്, അവൻ്റെ കൽപ്പനകളിലേക്കും അവൻ്റെ നിർദ്ദേശങ്ങളിലേക്കും അവൻ്റെ അനുസരണത്തിലേക്കും നിങ്ങൾ മടങ്ങണം. നിങ്ങൾ നിലവിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിയവരായി തീരണം. പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. വഅസ്ലിമു, നിങ്ങൾ അനുസരണയുള്ളവരാകണം, മുസ്ലിം ആവണം, ലഹു, അവന്, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. മുമ്പ് നിങ്ങൾ അക്രമികളാണ്, മുമ്പ് നിങ്ങൾ പാപങ്ങൾ ചെയ്തവരാണ് എന്നല്ല, പാപങ്ങളെ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച ഈ 1.25 ലക്ഷത്തോളം വരുന്ന നാമൊക്കെ റളിയല്ലാഹു അൻഹും എന്നൊക്കെ പറയുന്ന ആ മനുഷ്യർ ഒരു സമയത്ത് 30 വയസ്സും 35 വയസ്സും 60 വയസ്സും 70 ഒക്കെ കാലഘട്ടം വരെയും അവരാരായിരുന്നു? സ്വന്തം കുഞ്ഞ് അത് പെൺകുട്ടിയായതിൻ്റെ പേരിൽ കുഴിച്ചുമൂടിയവരായിരുന്നു. അക്രമവും അനാചാരവും അനീതിയും എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്യുന്നവരും അതിനെ തേടിപ്പിടിക്കുന്നവരും അതിൽ വ്യാപൃതരായവരുമായിരുന്നു അവർ. മദ്യത്തിൻ്റെ കുത്തക കച്ചവടക്കാരായിരുന്നു അവർ. അള്ളാന്റെ റസൂലിൻ്റെ പിതൃവ്യൻ പോലും പലിശയുടെ വ്യാപാരിയായിരുന്നു. മാർക്കറ്റുകളിലേക്ക് ഉക്കാല, മജിന്ന, ദുൽമജാസ് പോലെയുള്ള ചന്തകളിലേക്ക് ആളുകൾ പോകുമ്പോൾ വഴിക്ക് വച്ച് പൈസ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ കൂടുതൽ ലാഭം വാങ്ങി വിടുങ്ങുന്നവരായിരുന്നു അവർ. പക്ഷെ അവർക്കെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ തിന്മയാണെന്ന് മനസ്സിലായപ്പോൾ അതിനെ അവർ കൈയൊഴിയാനും ഉപേക്ഷിക്കാനും തയ്യാറായി. അവർ അള്ളാഹുവിലേക്ക് ഇസ്ലാമായി, അള്ളാഹുവിലേക്ക് അനുസരണയുള്ളവരായപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിഞ്ഞു എന്ന് മാത്രമല്ല, ഈ ഭൂമിയും ഇതിലുള്ള വസ്തുക്കളെല്ലാം അവരുടെ കീഴിലായി മാറി. വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു തുമ്മ ലാ തുൻസറൂൻ. അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കൊരു രക്ഷയുമില്ല, നിങ്ങളെ സഹായിക്കാൻ പിന്നെ ആരുമില്ല. ഈ വചനങ്ങൾ ആ പുണ്യാത്മാക്കളെ മാറ്റി എങ്ങോട്ട്? നല്ല വഴിയിലേക്ക്, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ പടച്ചവനിൽ നിന്നും നിങ്ങൾക്ക് അവതരിപ്പിച്ച ഏറ്റവും നല്ല വൃത്താന്തത്തിനെ നിങ്ങൾ തുടരുക. അതായത് നമ്മുടെ ഇമാമായി പരിശുദ്ധ ഖുർആനിനെ നാം അംഗീകരിക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുക. വത്തബിഉ, നിങ്ങൾ തുടരുക. അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഏറ്റവും നല്ല സുവിശേഷത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിലോ മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, നിങ്ങൾ ആലോചിച്ചിരിക്കാതെ തന്നെ, നിങ്ങൾ ചിന്തിക്കാതെ തന്നെ പെടുന്നനെ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയുക പോലുമില്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക.
അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച ഏറ്റവും ഉത്തമമായ പ്രമാണത്തെ തുടരാൻ വിശ്വാസികളെ നമ്മളോടവൻ കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മിൽ എത്ര പേര് അതിന് തയ്യാറുണ്ട്? ഇപ്പം ഈ SIR എന്നും എനുമറേഷൻ ഫോമും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ്. പേടിയുടെ കാഠിന്യം കൊണ്ട് മിക്ക ആളുകളും പൂരിപ്പിക്കുന്നത് തന്നെ തെറ്റിപ്പോകുന്നു, പിന്നെ വെട്ടുന്നു, പിന്നെ മായ്ക്കുന്നു. വളരെ നിസ്സാരമേറിയ കാര്യമാണ്. നമ്മളെല്ലാവരും സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ല. എന്നിട്ട് പോലും പച്ച മലയാളത്തിൽ എഴുതാൻ നമ്മുടെ കൈ വിറയ്ക്കുകയാണ്. ഈ ഒരു കടലാസ് പോലും പൂരിപ്പിക്കാൻ നമുക്ക് പേടി തോന്നുന്നു എങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോഴുള്ള ശിക്ഷാ നടപടികൾ അള്ളാഹുവിൽ നിന്നും നമുക്ക് വരുന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് നാം ഭയപ്പെടുന്നില്ല? കൂടി വന്ന പറയപ്പെടുന്നു, അള്ളാഹു കാക്കട്ടെ, പൗരത്വം തന്നെ നഷ്ടപ്പെടും, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്നത് അതല്ലല്ലോ. നാളെ കാലാകാലത്തേക്കുള്ള ജീവിതം നഷ്ടത്തിലാകുന്ന ജഹന്നമിൻ്റെ വിറകുകൊള്ളിയാകുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്നത്. ഈ ഫോറം പൂരിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ തെറ്റ് വരാൻ പാടില്ല. വന്നോ, പക്ഷേ എന്നിലേക്ക് നിങ്ങൾ മടങ്ങി ഇനി നല്ല നിലയിൽ ജീവിച്ചോളാമെന്ന പ്രതിജ്ഞയോടെ നല്ല മുസ്ലിമും നല്ല മുഅ്മിനുമായി മാറണമെന്ന അള്ളാഹു നമ്മോട് പറയുന്നത്. ഈ ഒരു കടലാസിൻ്റെ വില പോലും അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൽപ്പനകൾക്കോ സഹോദരങ്ങളെ നാം നൽകുന്നില്ലല്ലോ. സ്വഹാബികൾ അങ്ങനെയായിരുന്നില്ല, അവർ അതിന് നൽകിയിരുന്നു. ഖുർആനിനെ അവരുടെ മുൻപിൽ അവർ നടത്തിയിരുന്നു. അഥവാ ഖുർആനിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്, പ്രവാചക ചര്യ അനുസരിച്ചാണ് അവർ അവരുടെ എല്ലാ മേഖലകളിലും അവർ ജീവിതത്തെ നന്നാക്കി തീർത്തത്. അവർ രാഷ്ട്രീയം പറഞ്ഞവരും രാഷ്ട്രീയം പ്രവർത്തിച്ചവരും രാഷ്ട്രത്തിനു വേണ്ടി സേവനം ചെയ്തവരുമായിരുന്നു. അവർ കച്ചവടക്കാരായിരുന്നു, അവർ കുടുംബത്തെ പുലർത്തുന്നവരായിരുന്നു, അവർ മനുഷ്യരെ സഹായിക്കുന്നവരായിരുന്നു. സഹോദരങ്ങളെ, അവരിൽ നിന്നും നമുക്ക് ഈ വിഷയങ്ങളിലൊന്നും ഒരു പാഠം നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. നാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെയാണ്, നാം ഇപ്പോൾ ഫോറത്തിൻ്റെ പിന്നാലെയാണ്, നാം ഇപ്പോൾ ഇനി എന്ത് ചെയ്യും, നമ്മുടെ പാർട്ടി ജയിക്കാൻ എന്തൊക്കെ കൃത്രിമങ്ങൾ ചെയ്യണം, എത്ര ലിറ്റർ മദ്യം ഒഴിക്കണം, അതിനെത്ര സഹായം ചെയ്തു കൊടുക്കണം, എത്ര ഫ്ലക്സ് നമുക്ക് വയ്ക്കണം, ഫോട്ടോ എത്ര നന്നാക്കണം, എത്ര തെറ്റാണെങ്കിലും മിനുക്കിയുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയൊക്കെ ഫോട്ടോ ചിരിച്ച് പുഞ്ചിരിപ്പിച്ചെടുത്ത് കാൽക്കവലകളിൽ പ്രദർശിപ്പിച്ച് ഇതിനിടയ്ക്ക് മരണം വരുന്നുണ്ടോ, മരിക്കുന്നുണ്ടോ, എന്നാൽ ഇതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും, ഇതൊന്നും എനിക്കോ നിങ്ങൾക്കോ ചിന്തയേ ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥയിലായിപ്പോയി നാം എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെയായി. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയവും ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തികൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം കിട്ടുന്നതാണോ എന്ന് ഞാനും ആലോചിക്കാറില്ല, നമ്മൾ ആരും ആലോചിക്കാറില്ല. എല്ലാം കഴിയുമ്പോൾ പടച്ചോനെ മാപ്പാക്കണേ എന്നൊരു കാക്കയുടെ തൗബ പോലെ ഒരു തൗബയും. എൻ്റെ സഹോദരങ്ങളെ, തൗബയ്ക്കൊക്കെ കുറേ നിബന്ധനകളും ചില ശുറൂത്തുകളും ചില നിയമങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും മടങ്ങുകയും ഒക്കെ ചെയ്തെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ നിലയിൽ നാം അള്ളാഹുവിനെ ഉൾക്കൊള്ളുകയും വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നവരല്ലെങ്കിൽ നാളെ പരിതപിക്കേണ്ടി വരും, കേഴേണ്ടി വരും, വാവിട്ട് കരയേണ്ടി വരും. ഒരാളും നമ്മെ സഹായിക്കാനുണ്ടാവൂല. ഒരു പ്രസിഡന്റും ഉണ്ടാവൂല, ഒരു മെമ്പറും ഉണ്ടാവൂല, ഒരു MP ഉണ്ടാവൂല, ഒരു നേതാവും ഉണ്ടാവൂല, ഒരു സമ്പന്നനും ഉണ്ടാവൂല. എല്ലാവരും വിലപിക്കുന്ന അവസ്ഥയായി. യൗമ യഖൂലുൽ മർഉ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനിഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. എല്ലാവർക്കും ജോലിയാ, തിരക്കാ. എല്ലാവർക്കും അവരവരുടെ ഫോറം പൂരിപ്പിക്കുന്ന തിരക്കാന്ന്. ഒരാൾക്കും ഒരാളുടെയും കാര്യം നോക്കാൻ സമയമില്ല. ഭാര്യനെ വേണ്ട, കെട്ടിയോളെ വേണ്ട, പിള്ളേരെ വേണ്ട, ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, നാട്ടുകാർ വേണ്ട, വീട്ടുകാർ വേണ്ട, ഓരോട്ടപേക്ഷിക്കാരും വന്നാർക്കും താല്പര്യമില്ല.
ഒരു ഫ്ലെക്സും ഒരുത്തവനും അടിച്ചു വയ്ക്കേണ്ടതുമില്ല. അന്ന് എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്. വൈകുന്തുലമില സാഹിരി, ഞാൻ പുച്ഛിക്കപ്പെടുന്നവനായല്ലോ എന്നോർത്തവൻ വിലപിക്കുകയായിരിക്കും അന്ന്. ഔ തഖൂലു അന്നല്ലാഹു ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, ചിലപ്പോൾ ഇങ്ങനെ വിലപിക്കാം, അള്ളാഹു എനിക്ക് നേർവഴി നൽകിയിരുന്നുവെങ്കിൽ ഞാൻ തഖ്വയുള്ളവനായേനെ എന്ന്. വിശ്വാസികളെ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ നൽകിയതും അള്ളാഹുവിൻ്റെ പ്രവാചകനെ നൽകിയതും അതനുസരിച്ചും ജീവിച്ച് പ്രവർത്തിച്ച് കാട്ടിത്തന്ന പുന്നാര സ്വഹാബികളെയൊക്കെ നൽകിയത്. വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാനല്ല. അതിനുശേഷം വന്ന ചവറുകളോ ചണ്ടികളെയോ മാതൃകയാക്കാനല്ല അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതെല്ലാം വെറും ഒരു ഫോട്ടോ മാത്രമാണ്. നമ്മുടെ മരണം നമുക്ക് ഏത് സമയവും വരാം. ചിലപ്പോൾ നാം വലിയ ഘോരം രാഷ്ട്രീയത്തിന് വേണ്ടി അള്ള ഇല്ല എന്നും റസൂലില്ല എന്നും ദീനില്ല എന്നും ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവന്മാർക്കൊക്കെ വേണ്ടി ഇങ്കുലാബം വിളിച്ച് റോഡിലൂടെ പാരാതേര നടക്കുമ്പോഴായിരിക്കും കുഴഞ്ഞു വീണത്. എത്ര നാം കണ്ടിട്ടുണ്ട്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു, കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു, ജാഥയിൽ നടക്കുക കുഴഞ്ഞു വീണു. പിന്നീട് അവൻ അല്ലെങ്കിൽ അവൾക്ക് ആരുണ്ട് സഹായത്തിന്? അവർ ചെയ്തു കൂട്ടിയ നന്മകളും അവർ വിശ്വസിച്ച നന്മകളും അവർ ചെയ്തു കൂട്ടിയ തിന്മകളും അവർ വിശ്വസിച്ച തിന്മകളുമല്ലാതെ വേറെ ആരും അവരുടെ ബർസഖ് അഥവാ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിന് സഹായത്തിനില്ലല്ലോ. തിന്മയായിരുന്നു ചെയ്തു കൂട്ടിയതെങ്കിൽ എന്ത് സമാധാനം പറയും? സ്വഹാബികൾ ഖബർ കാണുമ്പോൾ കരഞ്ഞു എന്നത് വെറുതെ കരഞ്ഞതല്ല, അവർ അതിനെ യാഥാർത്ഥ്യമായി അതിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരായിരുന്നു സ്വഹാബികൾ. അതുകൊണ്ടാണ് അള്ളാഹു അവരെ പറ്റി ഇങ്ങനെ പോലും പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഞാൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ, ഞാൻ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏർപ്പെടുകയാണെങ്കിൽ എൻ്റെ പടച്ച തമ്പുരാൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതിന് വിപരീതമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ഉണ്ടെങ്കിൽ അതിനെ ഞാൻ അപ്പാടെ തള്ളിക്കളഞ്ഞ് എൻ്റെ റബ്ബനോട് പറഞ്ഞ അതേ വഴിയിലേക്ക് ഞാൻ തിരിയുകയും ചെയ്യും. ഇവനാ മുസ്ലിം. ഇവനോടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അക്രമം എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. എന്നിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങി വന്നാൽ നിങ്ങളുടെ പാപങ്ങളെ ഞാൻ മാപ്പ് നൽകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലി കറ ഫഅകൂന മിനൽ മുഹ്സിനീൻ. ശിക്ഷ കാണുന്ന അവസരത്തിൽ അവൻ പറയും, എനിക്കൊരു മടക്കം ഇനി എൻ്റെ അടുത്ത എൻ്റെ മുൻകഴിഞ്ഞ ജീവിതത്തിലേക്ക് അഥവാ ഐഹിക ലോകത്തേക്ക് എനിക്കൊരു മടക്കമുണ്ടെങ്കിൽ പടച്ചോനെ ഞാൻ മുഹ്സിൻ, ഞാൻ നല്ലവനായിക്കോളാം. ഇനി ഒരാളുടെ പിന്നിലും ഞാൻ നടക്കൂല, ആർക്ക് വേണ്ടിയും ഞാൻ സിന്ദാബാദ് വിളിക്കൂല, നിന്നെ നിഷേധിക്കുന്ന ഒരുത്തൻ്റെ ഓഫീസിലേക്കും ഞാൻ കയറൂല, അവനിലേക്ക് ഞാൻ ശ്രദ്ധിക്കുക പോലുമില്ല പടച്ചോനെ എന്നൊക്കെ വിലപിക്കാൻ തുടങ്ങും. അള്ളാഹു അവനോട് പറയും ആ സമയത്ത്, ബലാ ഖദ് ജാഅത്ക ആയാതി, എടോ എന്നെപ്പറ്റി പറയപ്പെടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും നിന്റെ അടുക്കൽ വന്നില്ലേ? എത്ര കൊല്ലം നീ ജീവിച്ചത്? 60, 70, 80 കൊല്ലം നീ ജീവിച്ചിട്ട് എനിക്കെതിരിലുള്ള പ്രവർത്തനങ്ങൾ ഏതുണ്ടോ അതിൽ മാത്രമല്ലേ ധിക്കാരി നീ ജീവിച്ചു പോയത്. നീ എന്നെ നിഷേധിച്ചില്ലേ, നീ എന്നെ തള്ളിക്കളഞ്ഞില്ലേ, വസ്തക്ബറത, നീ കിബർ നടിച്ചില്ലേ, കുന്ത മിനൽ കാഫിരീൻ, ഞാൻ ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്, അതിനല്ലേ നീ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, അതിനു വേണ്ടിയല്ലേ നിന്റെ ജീവിതം നീ സമർപ്പിച്ചത്, നിന്റെ മക്കളെ നീ അങ്ങനെയാക്കിയില്ലേ? അള്ളാഹു ചോദിക്കും, കുന്ത മിനൽ കാഫിരീൻ വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ. അള്ളാഹുവിനെ നിഷേധിച്ച ധിക്കാരികളുടെ മുഖം നാളെ ഖിയാമത്ത് നാളിൽ ഇന്ന് എത്ര സുന്ദരനും സുന്ദരിയാണെങ്കിലും മുസ്വദ്ദ, കറുത്ത് ഇരുണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയായിരിക്കും അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞവൻ്റെയും അവളുടെയും ഒക്കെ മുഖം. അലൈസ ഫീ ജഹന്നമ മത്വല്ലിൽ മുതകബ്ബിരീൻ, എന്നെ തള്ളിക്കളഞ്ഞ കിബറന്മാർക്കുള്ള വാസസ്ഥലം ജഹന്നമല്ലാതെ പിന്നെ വേറെ എന്തു കൊടുക്കാനാണ്? വയുനജ്ജില്ലാഹുൽ ലദീന തഖൗ ബിമഫാസതിഹിം,
ഈ അവസ്ഥയിൽ നിന്നും, ഈ ദുഷിച്ച രംഗത്തിൽ നിന്നും അള്ളാഹുവിനെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അതിൽ നിന്നും അഥവാ തിന്മകളിൽ നിന്നും മാറി നിന്ന ആളുകളുണ്ടല്ലോ, ലാ യമസ്സുഹുമു സൂ, ഒരു പ്രയാസവും അവരെ പിടിപെടുകയില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു മോശം കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീക്ക്, അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, അതിനുവേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതല്ലാതെ വേറൊരു രാഷ്ട്രീയം നമുക്കില്ല. നമ്മുടെ ഭാവി ജീവിതവും ഭാവി തലമുറയും നഷ്ടപ്പെടുന്ന നിലയിലുള്ള ഒരവസ്ഥയും നമുക്ക് അനുവദനീയമേ അല്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം എന്ത് ചെയ്തു പോയി എന്നോർത്ത് നാം ചെയ്തു പോയല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. റബ്ബിനോട് ഇനി മുതൽ നാം തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും ഖേദിച്ചു മടങ്ങാനും തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഹ്സിനുകളിലും മുസ്ലിങ്ങളിലും ഉൾപ്പെട്ട് മുന്നേറാൻ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കെതിരിൽ കുതന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ കുതന്ത്രങ്ങളെയെല്ലാം അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി ഇസ്ലാമിൻ്റെ വളർച്ചയും അതിൻ്റെ ഇസ്സത്തും അള്ളാഹു പൂർത്തീകരിച്ച് അള്ളാഹു നമ്മെ സന്തോഷത്തിലാക്കി അള്ളാഹു കബൂലാകട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഒരു സംഭവം എടുത്തു പറഞ്ഞത് നമ്മുടെ ഭാവി ജീവിതത്തെ നന്നാക്കാൻ അത് നമുക്ക് പര്യാപ്തമാണ്. അദ്ദേഹം പറയുന്നു, അന്ന ദുൽഖർണൈൻ രാജാവ് അഥവാ ലോകം അടക്കി ഭരിച്ച ഒരു മനുഷ്യനാണ്. ലമ്മാ ദഖല ഫി ളുലുമാതി, അദ്ദേഹത്തിൻ്റെ പ്രജകളോടൊപ്പം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കവേ ഒരു ഗുഹയിൽ, ഒരു ഇരുളുള്ള പ്രദേശത്തിലൂടെ അവർ നടക്കേണ്ടി വന്നു. വജദ ഹിർസൻ, നോക്കുമ്പോൾ ആ ഇരുളിൽ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കിടന്നിങ്ങനെ തിളങ്ങുന്നു. ഫല്ലദീന കാനു മഅഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളിൽ നിന്ന് കുറേ ആളുകൾ അഖദു മിൻ തിൽക്കൽ ഹിർസി, ആ തിളങ്ങുന്ന വസ്തു കുറേ ആളുകൾ കുറച്ച് വാരിയെടുത്തു. ഫലമ്മ ഖറജു മിനൽ ളുലുമ, അങ്ങനെ അവർ സഞ്ചരിച്ച് ഗുഹ അഥവാ ഇരുളിൻ്റെ പ്രദേശം കഴിഞ്ഞപ്പോൾ വജദുഹ ജവാഹിറ, നോക്കുമ്പോൾ അഥവാ പുറത്തു വന്ന് നോക്കുമ്പോൾ, വെളിച്ചത്ത് നോക്കുമ്പോൾ അതെല്ലാം അമൂല്യങ്ങളായ രത്നങ്ങളായിരുന്നു. സുമൽ ആഖിദൂന കാനു ഫിൽ ഗമ്മി, നോക്കുമ്പോൾ ഈ തിളങ്ങിയ രത്നമായിരുന്ന ഈ വസ്തുവിനെ വാരിയെടുത്ത ആളുകൾക്ക് മനപ്രയാസമായി. എന്തേ മനപ്രയാസം? ലിമ ലം യഖുദു അക്സറ മിമ്മ അഖദു, പടച്ചോനെ ഇത് വളരെ കുറച്ചായി പോയല്ലോ, കുറേ കൂടുതൽ അത് വാരിയെടുക്കാമായിരുന്നല്ലോ എന്ന കാര്യത്തിൽ അവർക്ക് വിഷമം. വല്ലദീന ലം യഖുദു കാനു അയ്ദൻ ഫിൽ ഗമ്മി, ഒട്ടും എടുക്കാത്ത ആളുകൾ അതിലും വലിയ വിഷമത്തിലായി, ഞങ്ങൾക്കിത് എടുക്കാനേ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഹാകദാ യകൂനു അഹ്വാലുൽ ഖിയാമ, ഇങ്ങനെയാണ് നാളത്തെ കൂരാകൂരി ഇരുളുള്ള ഖിയാമത്തിൻ്റെയും അവസ്ഥ. ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ചാളുകൾ കുറച്ചൊക്കെ സമ്പാദിക്കും, ബഹുഭൂരിഭാഗം ആളുകൾ
താന്തോന്നിവാസികളായി ജീവിക്കും. അങ്ങനെ എല്ലാവരും മരിക്കും, അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പോഴാണ് കുറച്ച് അമൽ ചെയ്ത അഥവാ കുറച്ച് രത്നം വാരിയെടുത്തവനും ഒട്ടും വാരിയെടുക്കാതെ നടന്ന എംബോക്കിയും തമ്മിൽ വ്യത്യാസം മനസ്സിലാകുന്നത്. കുറച്ച് വാരിയെടുത്തവൻ തന്നെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതൽ എടുത്തില്ലല്ലോ, കൂടുതൽ ദറജാത്തുകൾ എനിക്ക് വാങ്ങാമായിരുന്നല്ലോ, ലഭിക്കുമായിരുന്നല്ലോ എന്നോർത്തവന് വിഷമം. ബഹുഭൂരിഭാഗം പോക്കിരികളായ ആളുകൾ ഒന്നും എടുക്കാത്തതിൻ്റെ പേരിൽ ഇതൊക്കെ ഞാൻ നിഷേധിച്ച ഒരു ദിവസമായിരുന്നല്ലോ, ഇത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ യാഥാർത്ഥ്യമായി ഞാൻ കണ്ടുമുട്ടിയല്ലോ, എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, കണ്ട അവൻ്റെയും ഇവൻ്റെയും അവളുടെയും ഇവളുടെയൊക്കെ പുറകെ നടന്ന് എൻ്റെ സമയം കളഞ്ഞല്ലോ എന്നോർത്ത് അവൻ വിട്ട് കരയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സമയത്ത് മാക്സിമം എത്ര കണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ സമ്പാദിക്കുക. തീർച്ചയായും നാളെ അഥവാ മരണം വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാളെയും ഒരു നിലയിലും സഹായിക്കാൻ കഴിയില്ല. അല്ല തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ ഒരു പാപഭാരവും ഏൽക്കുകയില്ല, ഒരാളുടെ നന്മ മറ്റൊരാൾക്കും ഒരാൾ കൊടുക്കുകയുമില്ല. അങ്ങനെ സ്വയം അവരവർ തന്നെ രക്ഷപ്പെടുന്നതിനുള്ള രത്നങ്ങൾ എത്രയാണോ വാരിക്കൂട്ടാൻ പറ്റുന്നത് അത്രയും വാരിക്കൂട്ടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താല ചില ഡിമാൻഡുകൾ വെച്ചു. എന്താണ്? ഇന്നമത് തൗബത്തു, തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നത് അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബ്. അറിയാതെ തെറ്റ് ചെയ്തു പോയി, ചെയ്തത് തിന്മയാണെന്ന് മനസ്സിലായി അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ തൗബ ചെയ്യുകയും ചെയ്തു. ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, ഇവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. എന്നാൽ വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന യഅമലൂന സയ്യിഅ, ഒരു കൂട്ടരുടെ തിന്മ തൗബ അല്ലാഹു സ്വീകരിക്കുകയേയില്ല. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, മരണം അവന് നേരിട്ടു. ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ തൗബ ചെയ്യുന്നു എന്നവൻ പറയുന്നു. ഫിറഔൻ പറഞ്ഞതുപോലെ. ഫിറഔൻ പറഞ്ഞില്ലേ, മൂസായുടെയും ഹാറൂനിൻ്റെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, ഞാൻ മുസ്ലിമാണ്. അതുവരെയും അവനോട് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. എന്നതുപോലെ ഇതുവരെയും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാം ഖുർആനിലേക്ക് വരണം, തിരുസുന്നത്തിലേക്ക് വരണം, നല്ല മുസ്ലിം ആവണം, നല്ല മുഅ്മിനാവണം. നല്ല മുഅ്മിനും മുസ്ലിമും ആവുക എന്നത് 5 നേരത്തെ നിസ്കാരം കൊണ്ട് മാത്രമല്ല, സമൂലം മാറ്റി തിരുത്തി വരൽ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാതെ മരണത്തിൻ്റെ സമയത്ത് പറയാണ് ഇന്നി തുബ്തുൽ ആൻ, പടച്ചോനെ ഞാൻ തൗബ ചെയ്യുന്നു, റബ്ബിർജിഊൻ, എനിക്കൊരൽപ്പം അവസരം താ, ലഅല്ലി അഅമലു സാലിഹ, ഞാൻ നല്ല മനുഷ്യനായിക്കൊള്ളാം, ഞാൻ ഒരുപാട് സദക്ക ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയുന്നവരുടെ തൗബയും സദക്കയും ഇസ്ലാമും അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫറായി മരിക്കുന്നവന്റെയും അവളുടെയും തൗബയും അള്ളാഹു സ്വീകരിക്കൂല, പൊറുക്കുകയില്ല. ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ, കഠിനമായ ഗൗരവമായ ശിക്ഷയായിരിക്കും ഈ 2 വിഭാഗത്തിനും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 45, അല്ലെങ്കിൽ 55, അല്ലെങ്കിൽ ചിലപ്പോൾ 65, 70, 80 ചിലപ്പോൾ പോയേക്കാം. 80 ആയിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്കും വേണ്ട, ആ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം ഈ 80 കൊല്ലത്തിനുള്ളിലുള്ള നമ്മുടെ ഈ ജീവിതം കാലാകാലത്തേക്കുള്ള രത്നങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതാക്കി തീർക്കണം. കുറേ സമയം നമുക്ക് ഉറങ്ങിപ്പോകാനുണ്ട്. 10-15 കൊല്ലം കുട്ടിയായിരുന്നു, അള്ളാഹ് അതും മാപ്പാക്കി. ഉറക്കത്തിൻ്റെ സമയവും അള്ളാഹു മാപ്പ് നൽകി. പിന്നെ ഈ എഴുന്നേറ്റ് നടക്കുന്ന ഇരിക്കുന്ന സമയത്തുള്ള ഈ സമയം നാം ഈ ആവശ്യമില്ലാത്തവൻ്റെയും അവളുടെയൊക്കെ പുറകെ നടന്ന് ഈ സിന്ദാബാദും ഇൻകുലാബും വിളിച്ച് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തേണ്ടതില്ല, നഷ്ടപ്പെടുത്തരുത്.
പിന്നീട് നാം ഖേദിച്ചിട്ട് കാര്യവുമില്ല, ഒരാളും നമ്മുടെ പിന്നാലെ വരികയുമില്ല. അതുകൊണ്ട് ഇഖ്ലാസുള്ള തൗബയോടുകൂടി നല്ല മുസ്ലിമായി ജീവിച്ച് നല്ല മുസ്ലിമായി മരിക്കാൻ വേണ്ടുന്നത് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് അതിനെ ഇമാമായി കണ്ട് അതിൻ്റെ മഅ്മൂമുകളായി മാറി നല്ല മാതൃകയുള്ളവരായി ജീവിക്കാൻ മുൻകഴിഞ്ഞ പുണ്യാത്മാക്കളായ സ്വഹാബികൾ, താബിഈങ്ങൾ, പ്രവാചകന്മാരെയൊക്കെ പോലെ നല്ല മനുഷ്യരായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.